വിശദമായ വാർത്തയിലേക്കാണ്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്ന മാറാട് കലാപം ആവർത്തിക്കുമെന്നുമുള്ള AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ കേരളമല്ല അന്നുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ബാലൻ ഓർമ്മിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് CPIM മുതിർന്ന നേതാവ് AK ബാലൻ ഇങ്ങനൊരു പ്രസ്താവന പറഞ്ഞത്. UDF ഒരുപക്ഷെ ഭരണത്തിൽ വന്നാൽ, അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ VD സതീശനും എന്തായാലും ഒരു മറുപടി AK ബാലൻ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ AK ബാലൻ പറഞ്ഞ പ്രസ്താവനയെ പിന്തുണച്ചിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാചകങ്ങളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടന്നിരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകേണ്ടി വരുമെന്നത് മാറാട് കലാപം ആവർത്തിക്കുമെന്നുള്ള AK ബാലന്റെ പ്രസ്താവനയെ പിന്തുണച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയത പറയുന്നവർ ആരായാലും അവരെ എതിർക്കുമെന്നും കേരളത്തിന്റെ പഴയകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബാലൻ സംസാരിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നത്തെ കേരളമല്ല അന്നുണ്ടായിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ബാലൻ ഓർമ്മിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു.